നമുക്കൊരു സ്വാദിഷ്ടമായ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനാവശ്യമായി വന്നത് പട്ട, ഗ്രാമ്പൂ, 4 ഏലക്ക എന്നിവ ആവശ്യമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. അതിലോട്ട് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം അരി നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമില്ലാതെ വാർത്തെടുത്ത് മാറ്റി വയ്ക്കുക. 2 വലിയ ഉള്ളി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായി ചെറുതായി അരിഞ്ഞതും, വണക്കുന്നതിന് ആവശ്യമായ ഉള്ളിയും 2 രീതിയിൽ ചെറുതായി കട്ട് ചെയ്തത് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുക്കറിലോട്ട് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നെയ്യും ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വണക്കി എടുത്തു വെക്കേണ്ടതാണ്. അതിനുശേഷം ഉള്ളിയും നല്ലപോലെ വണക്കേണ്ടതാണ്. അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളറായതിനു ശേഷം എടുത്ത് മാറ്റി വയ്ക്കുക. മുന്തിരി നല്ലപോലെ വണക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇതുപോലെ ബ്രൗൺ കളറായതിനു ശേഷം മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഉള്ളി നല്ലപോലെ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കുക. ബ്രൗൺ കളറായതിനു ശേഷം അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുക്കറിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ചൂടാക്കി അതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി അതിലോട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി വഴങ്ങിയതിന് ശേഷം നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന അരി അതിലോട്ട് ഇട്ട് നല്ലപോലെ ഇളക്കുക. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് നെയ്യും ഒഴിക്കുക. നെയ്ച്ചോറ് കട്ട പിടിക്കാതിരിക്കാൻ ആവശ്യത്തിന് നാരങ്ങാനീര് ചേർക്കുക. ആവശ്യത്തിന് നെയ്യും ഒഴിച്ച് കുക്കറിൽ 1 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നേരത്തെ നമ്മൾ വണക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.